ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു അമേരിക്കൻ ലേഡി ഫിലോസഫറാണ് അയൺ റാൻഡ്. ഫിക്ഷൻ ഫോമിലാണ് അവർ ഫിലോസഫി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരുപാട് നോവൽസ് പോലെ എഴുതിയിട്ടുണ്ട്. ഏകദേശം മുന്നോട്ട് വെച്ച് പോലെ ക്യാപിറ്റലിസം പ്രൊമോട്ട് ചെയ്ത ആളാണ്. റാഷണലിസം, റീസൺ, ലോജിക്കിന് കൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത ആളാണ്. ഒബ്ജക്റ്റിവിറ്റി കുറേ ബുക്ക് എഴുതിയിട്ടുണ്ട്. ക്യാപിറ്റലിസം, വെർച്യൂ, സെൽഫിഷ്നെസ്, ഇങ്ങനെ വളരെ ബുക്ക് എഴുതിയിട്ടുണ്ട്. അയൺറാൻഡിനെതിരെ അൾട്രൂയിസം ആണ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അയൺറാൻഡിൻ്റെ ഒരു ഫിലോസഫിയോട് എനിക്ക് യോജിപ്പില്ലാത്തത് അവർ സെൽഫിഷ്നെസ് പ്രൊമോട്ട് ചെയ്യാം. അവർ അൾട്രൂയിസം എതിരാണ്. ഇത് തന്നെയാണ് എവല്യൂഷൻ തിയറിയിലും പറയുന്നത്. എവല്യൂഷൻ തിയറിയിൽ ഈ പോപ്പുലേഷൻ കൂടുമ്പോൾ മെയ്സും റിസോഴ്സ് ഫുഡിന് വേണ്ടി സർവൈവൽ ഫിറ്റസ്റ്റ് നടക്കുന്നത്. കോമ്പറ്റീഷൻ വരും. അത് ഫിറ്റസ്റ്റ് സർവൈവ് ചെയ്യുള്ളൂ. അതാണ് നാച്ചുറൽ സെലക്ഷൻ തിയറി. ആ ഒരു രീതിയിലാണ് അയൺറാൻഡ് പോകുന്നത്. സെൽഫിഷ് ആവണോ? ഇൻഡയറക്റ്റായിട്ട് ചിലപ്പോൾ സെൽഫിഷ് ആയപ്പോൾ ഗുണമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റുകൾ സെൽഫിഷാണ്. അവർ ഇൻഡയറക്റ്റായിട്ടാണ് ജോലി കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ. ഡയറക്റ്റല്ല. പക്ഷേ ആ തിയറി കംപ്ലീറ്റ് നമ്മളെ ഭയങ്കര അൾട്രൂയിസ്റ്റിക് ആയാലും നമ്മളൊന്നും ഏൺ ചെയ്യാതെ പോകും. പക്ഷേ അയൺറാൻഡ് ഫുൾ തിയറിയോട് യോജിക്കാൻ പറ്റില്ല. ക്യാപിറ്റലിസ്റ്റിലെ സെൽഫിഷ് തന്നെയാണ്. എക്കണോമിക് ഇൻഇക്വാലിറ്റി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു അമേരിക്കൻ തിങ്കിങ്ങിൽ അങ്ങനെയാണ് അവർ പ്രാഗ്മാറ്റിക് മാത്രമല്ല, അവർ ക്യാപിറ്റലിസ്റ്റിക് ആണല്ലോ. അയൺറാൻഡ് ആ ഒരു കോൺസെപ്റ്റോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അൾട്രൂയിസം പാടില്ല. 100% അൾട്രൂയിസ്റ്റ് പ്രശ്നമുണ്ട്. സെൽഫിഷ്നെസ്സാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല.